നമ്മുടെ ലാലേട്ടനാണ് നായകൻ, ഭദ്രൻ സാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സിനിമയുടെ ഇപ്പോൾ 4K റീമാസ്റ്റർ ഒക്കെ ചെയ്ത് ഇന്ന് റിലീസായിട്ടുണ്ട്. അപ്പൊ ആ സിനിമ കണ്ട പ്രേക്ഷകരോട് നമുക്ക് ചോദിച്ചു നോക്കാം, ആ തിയേറ്ററിൽ കണ്ട ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. ശേഷം വീണ്ടും ലാലേട്ടന്റെ 28 ദിവസം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം തീരെ ചെറുതായിരുന്നു. 2 വയസ്സ് 3 വയസ്സ്, എനിക്ക് 2 വയസ്സ് സമയം. അപ്പൊ വീണ്ടും അത് പറഞ്ഞ ഒരു 10 വർഷത്തിന് മുകളിലെങ്കിലും കണ്ടു കാണും സിനിമ. പക്ഷെ നമ്മളിപ്പം തിയേറ്ററിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന, എന്താ പറയണ്ടേ, ആദ്യമായിട്ട് കാണുന്നൊരു ഫീലിംഗ് അത് കണ്ടു തന്നെ അറിയണം. അത് പുതിയൊരു ടെക്നിക്കും പുതിയൊരു ഫോർമുലയും കൊണ്ടുവന്നൊരു 4K രീതിയിലൊക്കെ ചെയ്തെടുത്ത് അത് കണ്ടിറങ്ങിയപ്പോൾ ആ ഒരു ഫീൽ ഇപ്പോഴും ഉണ്ട്. പഴയ ഒരു നമ്മൾ പുതുതായിട്ട് കാണുന്ന ഒരു ഫീലിംഗ്. അത് ലാലേട്ടനെ കുറിച്ച് പിന്നെ പറയാനൊന്നുമില്ല, വേറെ ലെവല് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോറിയിലെയൊക്കെ സീക്വൻസ് കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ ചില സീൻസൊക്കെ എടുത്തിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ സൗണ്ട്സ് കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മ്യൂസിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പൊതുവെ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. ഇന്ന് ഫാൻ ഷോ തന്നെയായിരുന്നു, ഫുള്ളായിരുന്നു. അതായത് പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പടം എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ശബ്ദമൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സീൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം പക്ക അടിപൊളിയായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം മാച്ചിങ് ആയിട്ടുണ്ട്. പിന്നെ പാട്ട് പാടിയതായാലും മോഹൻലാൽ പുതിയ പാട്ട് പാടിയതായാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട 4K ഇതും ആ ശബ്ദത്തിന്റെ ഇതൊക്കെയാണ്. എല്ലാം അടിപൊളിയാണ്. ആരും പഴയ പടം എന്ന് വിചാരിച്ച് തിയേറ്ററിൽ ഒന്ന് കാണാതിരിക്കില്ല. എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത്ര മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ വന്ന എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അത്ര അടിപൊളിയാണ്. പ്രത്യേകിച്ച് ആ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബും ആ ഒരു മാസ് ഡയലോഗും പഞ്ചും പഴയ രീതിയിലുള്ളതും എല്ലാം തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ്. ഇപ്പോൾ ഈ സ്ഫടികം 95-ൽ ഇറങ്ങുമ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല. അപ്പോൾ ഒരു പക്ക ഫാൻ ബോയ് എന്ന രീതിയിൽ ഈ പടം എനിക്ക് എന്തായാലും വന്ന് കണ്ടേ പറ്റൂ. അപ്പോൾ ഒരു ഫാൻ ബോയ് ആയിട്ട് ഓൾറെഡി ഒരു ബ്ലോക്ക് ബസ്റ്റർ ആണ്. ഇപ്പോഴും എനിക്ക് തിയേറ്ററിൽ വന്ന് കണ്ടിട്ടും ആ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട്. ഓവറോൾ നല്ല മേക്കിങ്ങും ബാക്കി ഇപ്പോൾ ക്ലാരിറ്റി ഒക്കെ കൂട്ടി നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് ഭാഗത്തിലൊക്കെ സൗണ്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയില്ല. എങ്കിലും പക്ക ഫാൻ ബോയ് എന്ന രീതിയിൽ ഓക്കെയാണ്. അത് റീ റിലീസ് ചെയ്യുമ്പോൾ അത് അതേപോലത്തെ ആവേശം ചോരാതെ അതിന്റെ 10 മടങ്ങ് ഇരട്ടിയായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഈ മനുഷ്യന്റെ ഒരു സ്റ്റാർഡത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ ഒരു സ്റ്റാർഡം ഇന്ന് മലയാളത്തില് അല്ലെ മോളിവുഡില് ഈ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു താരത്തിനെ കൊണ്ടും സാധ്യമല്ല എന്നുള്ളത് അടിവരയിട്ട് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് തിരുവനന്തപുരത്ത് ഏരീസ് ബസ്സിൽ നടന്ന ഈ ഫാൻ ഷോയുടെ ഇത്. അപ്പൊ എന്തുകൊണ്ടും ഇപ്പം പഴയൊരു സിനിമ വെറും റീമാസ്റ്റർ ചെയ്ത് ഇറക്കുന്നത് മാത്രമല്ല, ടെക്നിക്കലി അപ്സ്കെയിൽ ചെയ്ത് നല്ല രീതിയിൽ തന്നെ അതൊരു 4K ദൃശ്യ വിസ്മയത്തിൽ പുതിയൊരു ആ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അതേപോലെ തന്നെ പല BGMസും ഇതിന് സ്പെഷ്യലായിട്ട് ചെയ്യുന്നു. അപ്പം അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഈ സിനിമ നമുക്ക് അന്ന് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കത് കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താണ് അതൊരു അവസരമായി. എന്താണ് നമ്മൾ എത്രയോ നാളുകൊണ്ട് കിട്ടിയെന്ന് ആഗ്രഹിച്ച ആഗ്രഹം നേരിട്ട് കിട്ടിയതിന്റെ ഒരു സന്തോഷം കൂടെ ഈ അവസരത്തിൽ പറയാം. ഒരുപാട് സന്തോഷം. കാരണം വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ സിനിമ വീണ്ടും റിലീസ് ചെയ്യാൻ കഴിഞ്ഞതും അത് കാണാൻ സാധിച്ചതും വളരെ സന്തോഷം. 4K ക്വാളിറ്റി സിനിമയിൽ ഉണ്ട്. അതുപോലെ സൗണ്ട്, പിന്നെ പാട്ടുകളൊക്കെ റീമാസ്റ്റർ ചെയ്ത് വീണ്ടും പാടിയിട്ടുണ്ട്. അതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. 4Kയിലേക്ക് വരുമ്പം ഒരുപാട് ഷോർട്സുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പടത്തിൽ കാണാത്ത നമ്മൾ ചെറിയ നല്ല ഷോർട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. പിന്നെ വൈകിട്ടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഒരുപാട് ആരാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് മിക്സ് ചെയ്ത് കണ്ടത് ഭയങ്കര സന്തോഷമായിട്ട് കാണുന്നു. ഞാൻ 4K രീതി ഏരിസിൽ തന്നെ കണ്ടപ്പം നല്ലൊരു ഇതായിരുന്നു. ആ ഫോണിൽ കണ്ടതിന്റെ ഒരു പഴമേറിയ ഇത്. പിന്നെ ഇതില് ഓരോ ഷോട്ട് ഭയങ്കരമായിട്ട് ആ ഒരു ലാലട്ടനൊക്കെ എടുത്തു വെച്ച് ഓരോ ഫ്രെയിമും അത്രയും ഭംഗിയോടെ കാണാൻ പറ്റി. പിന്നെ സൗണ്ടിങ് ആയാലും വായിച്ച പോലെ തന്നെ മ്യൂസിക് ഒക്കെ രണ്ടാമത് ഇപ്പൊ വീണ്ടും റീ റെക്കോർഡ് ചെയ്തു. അതെല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. അത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്.